ഹലോ, അസ്സലാമലൈക്കും. റാഫി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു മീൻ പൊളി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. നമ്മൾ തക്കാളി ഉള്ളത് കൊണ്ട് ഒരു ചെറിയ കഷ്ണം പുളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1/2 സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 3 സ്പൂൺ പിരിയ മുളകും എരിവുള്ള മുളകുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഒന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. നന്നായിട്ട് അരച്ചത് പേസ്റ്റ് രൂപത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗ ഒന്ന് കത്തിക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ആയതിനു ശേഷം നമുക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച മണം മാറി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാം. ഈ സവാളയും കൂടി ഉപയോഗിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയും തിക്കായ കറി കിട്ടുന്നത്. ഒരു ചെറിയ കഷ്ണം സവാള മതി. അതിനാവശ്യമായ ഉപ്പും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ അയല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് മതി ഈ അയല ഒന്ന് വെന്ത് കിട്ടാൻ. ഒന്ന് അടച്ച് വേവിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുറന്നപ്പോൾ നല്ല മണമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഉച്ചഭക്ഷണം നമ്മൾ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചക്ക എരിശ്ശേരിയാണ് ഇന്ന് വെച്ചിട്ടുള്ളത്. കടുക് വറുത്ത ചക്ക എരിശ്ശേരി, ക്യാരറ്റ് തോരൻ, കുരുമുളക് അരച്ച് വറുത്തെടുത്ത മത്തി. ഇനി നമുക്ക് നമ്മുടെ മീൻ കറി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു ദിവസം ഇരുന്നാൽ ഒരല്പം കൂടി ടേസ്റ്റ് ഇതിന് കൂടും എന്നും പറഞ്ഞ് ടേസ്റ്റ് കുറവല്ല. ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാണും പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും. കാരയ്ക്ക അച്ചാറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം.